വളരെ രസകരമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം മിക്കവാറും എല്ലാ വിഷയങ്ങളിലും രണ്ട് ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള സംഘടനകളാണ് SNDPയും NSSും. അതിപ്പോൾ സംവരണ വിഷയത്തിലായാലും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാരിമാരെ നിയമിക്കുന്ന കാര്യത്തിലായാലും മറ്റേത് തരത്തിലുള്ള വിഷയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ രണ്ട് സംഘടനകളും രണ്ട് ധ്രുവങ്ങളിലാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇതാ രണ്ട് സംഘടനയുടെയും ജനറൽ സെക്രട്ടറിമാർ, ആദ്യം SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം നടത്തുന്നു. അതിന് പിന്തുണച്ചുകൊണ്ട് ഉടനെ തന്നെ പെരുന്നയിൽ സുകുമാരൻ നായർ പത്രസമ്മേളനം നടത്തുന്നു. ഭയങ്കരമായ യോജിപ്പ്. നമ്മൾ ഈ പൊതുജനങ്ങൾ ഇങ്ങനെ പല അത്ഭുതങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ അപ്പോൾ ഈ രണ്ട് പത്രസമ്മേളനങ്ങളും പറഞ്ഞ കാര്യം എന്താണ്? പറഞ്ഞത് വലിയ പുതിയ വല്ല സാമൂഹ്യക്ഷേമ പദ്ധതികളൊന്നും ഇവരെ ഏറ്റെടുക്കുമെന്നല്ല, അതുപോലെ വലിയ മറ്റു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടുപേർക്കും ഇപ്പോഴുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ അവമാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ കുറേയധികം ചീത്ത പറഞ്ഞു, സ്വസിദ്ധമായ ഭാഷയിൽ പലരെയും പറയുന്നത് പോലെ ഇത്രയും ദിവസങ്ങൾ നമുക്കറിയാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെയാണ് വിവിധ സമുദായങ്ങളെ പറഞ്ഞതെന്നും അതുപോലെ തന്നെ വ്യക്തികളെ ഏത് രീതിയിലൊക്കെയാണ് അധിക്ഷേപിക്കുന്നത് നമുക്കറിയാം. അതേ രീതിയിൽ കുറേ അധിക്ഷേപം നടത്തി. അധിക്ഷേപം നടത്തി കഴിഞ്ഞപ്പോൾ അതിന് പുറകെ തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇതിനെല്ലാം ശരിവെച്ചുകൊണ്ട് ശ്രീ സതീശനെ കുറേയധികം അവമാനിച്ചു. അപ്പം നമ്മൾ ആകത്തുക നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ VD സതീശനെതിരായിട്ടാണ് യോജിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അല്ലാതെ മറ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. രണ്ടുപേർക്കും ഈ പ്രതിപക്ഷ നേതാവിനെ ഇഷ്ടമല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുവെ നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന നേതാക്കളെ പ്രീണിപ്പിക്കാനും ദിവസവും അവിടെ ചെന്ന് അവരെ പ്രകീർത്തിക്കാനും ഒന്നും ഈ ശ്രീ VD സതീശൻ തയ്യാറാവുന്നില്ല എന്ന ഒരേ ഒരു കാരണമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ആളുകളെല്ലാം വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളെ വണങ്ങി നിൽക്കണം എന്നുള്ള പഴയ മാടമ്പി സ്വഭാവം തന്നെയാണ് ഈ രണ്ട് സംഘടനകളുടെയും ഈ നേതാക്കന്മാർക്കുള്ളത്. അല്ലാത്ത ആളുകളെ എന്തു ചെയ്യും? ഞങ്ങൾ എതിർക്കും. അപ്പോൾ ഇവരുടെ ഒരു പൊതുശത്രുവായി വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീ VD സതീശനാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ ഒന്നും സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കളാണ്. ഇപ്പോൾ അത് ഇടതു മുന്നണിയിലായാലും വലതു മുന്നണിയിലായാലും രണ്ടിലും നയിക്കുന്നത് സാധാരണ പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവാണ് നയിക്കുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സർക്കാർ രൂപീകരണം വരുന്ന സമയത്ത് അതിൽ UDF ജയിക്കുകയും അങ്ങനെയാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി ആവുമോ എന്നുള്ള ഭയമാണ് ഈ രണ്ടുപേർക്കും രണ്ടുപേരെയും നയിക്കുന്നതെന്ന് അവരുടെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. നിലവിൽ ഇപ്പോൾ ശബരിമലയിലെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി, അതുപോലെ മറ്റ് സംഭവങ്ങളുണ്ടായി. ഇതിനെക്കുറിച്ചൊന്നും ഇവർ ഐക്യത്തോട് കൂടിയിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുക അല്ലെങ്കിൽ ഒന്നും നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. അവർ ഇത്തരം വിഷയങ്ങൾ അവരുടെ സമുദായങ്ങളായിട്ടും അതുപോലെ ഒക്കെ ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇപ്പോൾ നമ്മളിപ്പം ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത്. ശബരിമലയിലെ വിഷയവും ഇവരുടെ രണ്ടുപേരുടെയും സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമുദായത്തിലുള്ള ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ്, അവർക്കൊരു അഭിപ്രായം ഇതിനകത്ത് ഉണ്ടാവും. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇവർ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അതിലൊക്കെ തൊട്ടേയും തൊടാതെ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇപ്പോൾ ഈ യോജിപ്പിലേക്ക് വളരെ കാലമായിട്ടുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ യോജിപ്പിലെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒന്നിക്കാനാണ് ഈ രണ്ട് പടനായകന്മാർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. എത്രത്തോളം കാലം ഈ യോജിപ്പുണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഈ വിഷയം കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ വരാൻ പോകുന്ന കാര്യം എന്താണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ള ആവശ്യമായിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ യോജിച്ചിരിക്കുന്നത്. എന്ന് ചിലപ്പോൾ അവർക്ക് മറ്റാരെയെങ്കിലും UDFൽ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ താല്പര്യം LDFനോടാവാൻ വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. പക്ഷേ ഈ UDFൽ മറ്റാരുടെയെങ്കിലും പേര് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഞങ്ങൾ ഈ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര രസകരമായ കാഴ്ചകൾ നമ്മൾ
ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ കാണേണ്ടി വരും. എസ് രാജേന്ദ്രൻ എന്ന CPM നേതാവ് BJPയിലേക്ക് പോയി. ഇപ്പോൾ ആയിഷ പോറ്റി UDFിലേക്ക് പോയി. അങ്ങനെ പല സംഭവങ്ങളിപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം പോവുമോ ഇല്ലയോ എന്നുള്ള ഒരു ചാഞ്ചാട്ടം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പോകുന്നില്ല എന്ന സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പലതരം അഭ്യാസങ്ങൾ ഒരു അഭ്യാസമായിട്ട് മാത്രമേ ഈ പത്രസമ്മേളനത്തെ കാണാൻ സാധിക്കുകയുള്ളൂ.